DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഏപ്രിൽ 12 ഞായർ. ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക. ആദ്യത്തെ അറിയിപ്പ്, 2 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ചുമ, ജലദോഷ സിറപ്പുകൾ നിരോധിച്ചേക്കുമെന്ന അറിയിപ്പുകളാണ് എത്തുന്നത്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയവും ഡ്രഗ്സ് കൺട്രോളർ ജനറൽ ഓഫ് ഇന്ത്യയും നടപടികൾ തുടങ്ങിയെന്നാണ് റിപ്പോർട്ട്. ഇന്ത്യൻ ഫാർമക്കോപ്പിയ കമ്മീഷൻ പുറത്തിറക്കിയ 2026 നാഷണൽ ഫോർമുലറി ഓഫ് ഇന്ത്യയുടെ കരടിലാണ് ഇങ്ങനെ നിർദ്ദേശം വന്നിരിക്കുന്നത്. അടുത്തറിയിപ്പ്, UPI ഓൺലൈൻ ഇടപാടുകൾ വർദ്ധിച്ചതോടെ ഫിഷിംഗ്, വ്യാജ കസ്റ്റമർ കെയർ കോളുകൾ, മ്യൂൾ അക്കൗണ്ടുകൾ, AI ആൾമാറാട്ടം എന്നിങ്ങനെയുള്ള തട്ടിപ്പുകൾ വർദ്ധിച്ചിരിക്കുകയാണ്. അതിനാൽ രാജ്യത്തെ ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനം കൂടുതൽ സുരക്ഷിതമാക്കുന്നതിന് പുതിയ സംവിധാനങ്ങൾ നടപ്പാക്കാനൊരുങ്ങുകയാണ് RBI. പുതിയ തീരുമാനങ്ങൾ ഉടൻ പ്രാബല്യത്തിൽ വന്നേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. ഇതോടെ UPI, നെറ്റ് ബാങ്കിംഗ്, കാർഡ് പേയ്മെന്റുകൾ എന്നിവയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായേക്കും. സൈബർ തട്ടിപ്പുകൾ കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് RBIയുടെ പുതിയ നീക്കം. പുതിയ മാറ്റമനുസരിച്ച് ഇനി മുതൽ OTP മാത്രം ഉപയോഗിച്ച് പണമിടപാടുകൾ നടത്താനാവില്ല. ഇതിനൊപ്പം പിൻ നമ്പറും ബയോമെട്രിക് ഫേസ് IDയോ അല്ലെങ്കിൽ വിരലടയാളമോ നൽകണം. ഒരു ദിവസം ഓൺലൈൻ പേയ്മെന്റ് ആപ്പിലൂടെ ബാലൻസ് പരിശോധിക്കുന്നതിലും നിയന്ത്രണം കൊണ്ടുവന്നിട്ടുണ്ട്. അടുത്ത അറിയിപ്പ്, വീട്ടമ്മമാർക്ക് പ്രതിമാസം 1000 രൂപ നൽകുന്ന സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയുടെ ഏപ്രിൽ മാസത്തെ ഗഡു വിതരണം ചെയ്യുന്നതിനായുള്ള ഔദ്യോഗിക നടപടികൾ സർക്കാർ ആരംഭിച്ചിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ തന്നെ ഈ തുക ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്ക് നേരിട്ടെത്തുന്നതാണ്. വിഷുവിന് മുൻപായി തുക അപ്രതീക്ഷിതമായി എത്തുമെന്ന അറിയിപ്പുകളും എത്തുന്നുണ്ട്. തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതിനാൽ പ്രഖ്യാപനങ്ങളൊന്നും ഇല്ലാതെ തന്നെയായിരിക്കും അക്കൗണ്ടുകളിലേക്ക് ഈ തുക എത്തുക. ഗുണഭോക്താക്കൾക്ക് തങ്ങളുടെ അപേക്ഷയുടെ നിലവിലെ സ്റ്റാറ്റസ്, തുക ഏത് ബാങ്ക് അക്കൗണ്ടിലേക്കാണ് വരുന്നതെന്ന കാര്യവും സേവന പെൻഷൻ വെബ്സൈറ്റ് വഴി പരിശോധിക്കാവുന്നതാണ്. ഇതിനായി വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്ത ശേഷം ആധാർ നമ്പറോ പെൻഷൻ IDയോ നൽകിയാൽ വിവരങ്ങൾ ലഭ്യമാകും. അടുത്തറിയിപ്പ്, 2026 പുതുക്കിയ പെട്രോളിയം പ്രകൃതിവാതക നയപ്രകാരം പൈപ്പ് ലൈൻ സൗകര്യം ലഭ്യമായിട്ടും അത് ഉപയോഗിക്കാത്തവർക്ക് ഇനി സിലിണ്ടറുകൾ ലഭിക്കില്ല. പുതിയ ഉത്തരവ് പ്രകാരം നിങ്ങളുടെ പ്രദേശത്ത് PNG കണക്ഷൻ ലഭ്യമാണെങ്കിൽ ഗ്യാസ് കമ്പനികൾ നിങ്ങൾക്ക് ഔദ്യോഗികമായി അറിയിപ്പ് നൽകും. ഇത്തരത്തിൽ നോട്ടിഫിക്കേഷൻ ലഭിച്ചാൽ കൃത്യം 3 മാസത്തിനുള്ളിൽ നിങ്ങൾ PNG കണക്ഷനിലേക്ക് മാറിയിരിക്കണം. ഈ സമയപരിധി കഴിഞ്ഞാൽ ആ ഉപഭോക്താവിന്റെ LPG കണക്ഷൻ റദ്ദാക്കപ്പെടുകയും സിലിണ്ടർ വിതരണം നിർത്തുകയും ചെയ്യും. പൈപ്പ് ഗ്യാസ് സംവിധാനം കാര്യക്ഷമമാക്കാനും ഇറക്കുമതി ചെയ്യുന്ന ചിലവേറിയ ഇന്ധനത്തിനു പകരമായി ആഭ്യന്തര പ്രകൃതിവാതക ഉപയോഗം വർദ്ധിപ്പിക്കാനുമാണ് ഇതിലൂടെ കേന്ദ്രം ലക്ഷ്യമിടുന്നത്. നിങ്ങളുടെ പ്രദേശത്തെ ഗ്യാസ് കമ്പനിയുടെ വെബ്സൈറ്റിലോ ആപ്പിലോ കയറി PNG കണക്ഷനായി അപേക്ഷിക്കാവുന്നതാണ്. വളരെ പ്രധാനപ്പെട്ട ഈ വാർത്താ അപ്ഡേറ്റുകൾ മറ്റുള്ളവർക്കു കൂടി ഷെയർ ചെയ്യുക.